ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണിത്. അപ്പോൾ ഇതിൽ ചെറിയ സർപ്രൈസിനെ കുറിച്ചും അങ്ങനെ കുറച്ച് ക്ലിപ്സ് അടങ്ങിയൊരു ചെറിയൊരു വീഡിയോ. ഒരുപാട് ലോങ് ഒന്നല്ല. ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ സ്പെഷ്യൽ ബട്ടൂരയും ചിക്കൻ കുറുമയാണ്. ഈ ബട്ടൂര ചിക്കൻ കുറുമ ഫാൻ ഞാൻ മാത്രമല്ല, ഇക്കയും എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ്, ഇക്കാക്കും ഇഷ്ടമാണ്. അപ്പോൾ മോന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു നാളെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം. ഈ തേഴ്സ്ഡേ ഫ്രൈഡേ ആണ് കുട്ടികൾ എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവരും കൊണ്ടുവരുമ്പോൾ എനിക്കും എന്തെങ്കിലും വേണമെന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബട്ടൂരയും കുറുമയും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അന്നേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു ബർത്ത്ഡേൻ്റെ അന്ന് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ രാത്രിയിൽ മാവൊക്കെ കുഴച്ച് വെച്ചു. രാവിലെ തന്നെയാണ് കറിയൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ കറി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നട്ട്സ് ബ്ലെൻഡ് ചെയ്ത് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്നാം പാലും ചേർത്തിട്ടുണ്ട്. ഇന്നത്തെ കുറുമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഫുഡ് ഏകദേശം ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഇന്നതൊക്കെ ഉണ്ടാക്കാം, വീഡിയോ എടുക്കാമെന്നൊക്കെ. പക്ഷെ ഇങ്ങനൊരു സർപ്രൈസ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് സ്കൂളുള്ള ദിവസമാണല്ലോ, അപ്പോൾ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുക, അതിൻ്റെ കൂടെ വീഡിയോസ് എടുക്കുക, എല്ലാം കൂടി ഒരു ടാസ്ക്കാണ്. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കും. സ്കൂളിലേക്കുള്ള ഫുഡൊക്കെ റെഡിയായി, അങ്ങനെ പാക്ക് ചെയ്ത് കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ഞാനൊന്ന് റിലാക്സായി. ഇങ്ങനെ രാവിലെ ഒറ്റയ്ക്ക് ഫുഡ് ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. ചില ദിവസങ്ങളിൽ വീഡിയോ എടുക്കുമ്പോൾ ഇതിൽ തന്നെ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ടൈമൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് 1-2 പ്രാവശ്യം വണ്ടി മിസ്സായിട്ടുണ്ട്. പിന്നെ പെട്ടെന്നായിരിക്കും ടൈം നോക്കുന്നുണ്ടാവുക, അപ്പോഴായിരിക്കും മനസ്സിലാവുക അയ്യോ ഇത്ര സമയമായി എന്ന്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് എടുക്കാനും അതുപോലെ ഉണ്ടാക്കാനും അതുപോലെ അതിൻ്റെ വ്ളോഗൊക്കെ എടുക്കാനൊക്കെ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റിട്ട് പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കാറാണ് പതിവ്. തേങ്ങ ഉടക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ പ്രാവശ്യം തട്ടിമുട്ടിയൊക്കെ നോക്കി, എങ്ങനെയും പൊട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ കത്തിവാള എടുത്ത് തിരിച്ചിട്ടിട്ട് പൊട്ടിച്ച് നോക്കിയതാണ്. അങ്ങനെ അത് സക്സസ് ആയി. തലേന്ന് ഞാൻ ചെറുപയർ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പൊതുവേ മുളപ്പിക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പേ വെക്കാറുണ്ട്. ഇത് ഇന്നലെ രാത്രിയായിരുന്നു വെച്ചിരുന്നത്, അതുകൊണ്ട് ചെറുതായിട്ടേ മുളച്ചിട്ടുള്ളൂ. അങ്ങനെ ഉച്ചയ്ക്ക് ചെറിയ സിമ്പിളായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് ഹെവിയൊന്നും ആക്കിയിട്ടില്ല. പൊതുവെ ബിരിയാണിയൊക്കെ പിള്ളേരുടെയൊക്കെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കുന്നതാണല്ലോ. എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ഭയങ്കര ലാവിഷായിട്ടൊക്കെ ആഘോഷിക്കണമെന്ന് എനിക്കത്ര ഇഷ്ടമല്ല. മറ്റുള്ളവരുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാനും സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കും സർപ്രൈസ് കിട്ടുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. എൻ്റെത് സർപ്രൈസ് കിട്ടുന്നത് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നാ. സർപ്രൈസ് ഇഷ്ടമല്ലാത്ത ലേഡീസ് ആരെങ്കിലും ഉണ്ടാവുമോ? ഇന്നത്തെ ചിക്കൻ ഫ്രൈ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ഇക്കയാണ്. അങ്ങനെ എനിക്ക് കുറച്ചൊക്കെ പണിയുണ്ടായത് കാരണം ഇക്കയും ചെറുതായിട്ടൊക്കെ ഹെൽപ്പൊക്കെ ചെയ്തു. അങ്ങനെ നല്ല അടിപൊളി ചോറും ക്യാരറ്റ് വറവും ചിക്കൻ ഫ്രൈയും ചെറുപയർ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാനിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ള അഭിപ്രായം ഉണ്ടായിട്ടുള്ളൂ. ഒരാൾ ചോറ് വേഗം കഴിച്ച് കിച്ചണിലേക്ക് ഓടുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡൊക്കെ ഫുള്ളായിട്ട് കഴിച്ച് ഇങ്ങ് വരുമ്പോഴേക്കും ഒരാളൊരു പണിയിലായിരുന്നു. ഇതെപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ പണിത്തിരക്കിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതിരുന്നതായിരിക്കാം. അടപ്രഥമൻ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ, എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലാണ്. അങ്ങനെ എല്ലാവരും പായസം ഗ്ലാസ്സിലൊക്കെ കഴിച്ചപ്പോൾ എനിക്കൊരാഗ്രഹം, ഓരോ വീഡിയോസിലൊക്കെ കണ്ടതുപോലെ പപ്പടവും പഴമൊക്കെ കൂട്ടി കുഴച്ചിട്ട് കഴിക്കണമെന്ന്. പക്ഷെ പഴം ഉണ്ടായില്ല, പപ്പടം കൂട്ടി കഴിച്ചു. കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെ. എന്തായാലും പായസം പൊളിച്ചു, അടിപൊളി പായസം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിഗ് സർപ്രൈസ് വരാൻ പോകുന്നത്. എൻ്റെ ബർത്ത്ഡേക്ക് എന്നെക്കാളും ഹാപ്പി എൻ്റെ മക്കളാണ്. സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കണ്ടപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം നമുക്ക് എൻ്റെ മക്കൾ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം.
ഇത് ഷെയ്ന് തന്ന ഗിഫ്റ്റാണ്. അവൻ സ്വന്തമായിട്ട് അവൻ്റെ കൈയോട് ഉണ്ടാക്കിയ ചെറിയൊരു ഗ്രീറ്റിംഗ് കാർഡ്. ഇതൊരു ചെറിയ ഗിഫ്റ്റൊന്നല്ല, നല്ലൊരു വലിയ ഗിഫ്റ്റ് തന്നെയാണ് എനിക്ക്. കാരണം അവൻ്റേതായ രീതിയിൽ അവൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തെടുത്ത ഗ്രീറ്റിംഗ് കാർഡാണ്. ഇത് കണ്ടിട്ടാവണം ഇബുവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ്റേതായ രീതിയിലൊരു ഗ്രീറ്റിംഗ് കാർഡ്. ഷെയ്ന് എല്ലാവരുടെയും ബർത്ത്ഡേക്കും ഇതുപോലെ പേപ്പറിൽ എന്തൊക്കെ വരച്ചിട്ടും എഴുതിയിട്ടുമൊക്കെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്ന് കുറച്ചുകൂടി ഡിസൈൻ കൂടിയതുപോലെ തോന്നി, അവൻ്റേതായ ഐഡിയയിൽ ആക്കിയെടുത്തതാണ്. ഇതൊന്നും കൂടാതെ ഇബു പിന്നെയും ഒരു മിഠായി കൊണ്ടുവന്നിട്ട് എനിക്ക് എൻ്റെ ഗിഫ്റ്റ് ബോക്സിൻ്റെ മേലെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു ഉമ്മാക്ക് സർപ്രൈസ് ആണെന്ന്. അവൻ്റെ സ്കൂളിൽ നിന്ന് മേമാറ്റ് കൊടുത്തതാണ്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ചോക്ലേറ്റ് നല്ല ഇഷ്ടമാണ്, പക്ഷെ ഒറ്റ ഇരിപ്പിൽ മുഴുവനായിട്ട് കഴിക്കാറില്ല. ഒന്നോ രണ്ടോ സ്ലൈസ് പീസൊക്കെ ആയിട്ട് അങ്ങനെ എന്തൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബോറടിക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ. നല്ല പെർഫ്യൂം കിട്ടിയിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, നല്ല സ്കേർട്ടും ടോപ്പാണ്. മിഠായി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ കട്ട മിഠായി ആയി, പിന്നെ ലാസ്റ്റ് കെട്ട മിഠായി ആയി. നമ്മുടെ ഇന്നത്തെ താരം ഇതാണ്. ഇതൊരു അടിപൊളി സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ലൊരു സർപ്രൈസ് ആയിപ്പോയി. മലബാറിൽ നിന്നാണെന്ന് തോന്നുന്നു, മലബാറിൻ്റെ എംബ്ലമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അടിപൊളി മാലയാണ്, നല്ല രസമുണ്ട്, ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടമായി, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ലോക്കറ്റ് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ, ഇതിൽ തന്നെ കാണുന്നുണ്ടല്ലോ അതിൻ്റെ ഭംഗി. ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല, ഒരാൾ കേക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. മനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്, പക്ഷെ തിരിച്ചു വരുമ്പോൾ കേക്കാ കയ്യിലുള്ള. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.